എറണാകുളം RTO TM ജേഴ്സന്റെ നിക്ഷേപം 84 ലക്ഷം രൂപ എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. കടപ്പത്രങ്ങളിലും ഷെയർ മാർക്കറ്റുകളിലും അടക്കം ജേഴ്സന്റെ നിക്ഷേപമുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തി. വീട്ടിലെ പരിശോധനയിൽ ലോക്കർ പിടിച്ചെടുത്തു. കൈക്കൂലി പണം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ലോക്കറിലാണ് എന്ന സൂചനയുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാം, അപ്പോൾ നമ്മൾ ഈ കണ്ട 64,000 ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. ഈ ലോക്കറിൽ എന്തുണ്ട് എന്നതിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? കൂടുതൽ പണം, സ്വർണം അല്ലെങ്കിൽ നിക്ഷേപത്തിന്റെ വിവരങ്ങൾ ഇതൊക്കെ ആയിരിക്കാം അല്ലേ? ജയകുമാർ, ഒപ്പിന് കുപ്പി എന്നുള്ളതായിരുന്നു ജേഴ്സന്റെ പ്രധാനപ്പെട്ട രീതി. അതിന്റെ പരിശോധനയിലാണ് 49 നിർമ്മിത വിദേശ മദ്യങ്ങൾ വീട്ടിൽ നിന്നും പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് ആ വീട്ടിൽ നിന്ന് ലോക്കർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നിലയിൽ തന്നെയാണ്. വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് തുറക്കാൻ സാധിച്ചില്ല, വീട്ടുകാർക്കും അത് തുറക്കാൻ പറ്റിയില്ല. അതിന്റെ കീയും ഒക്കെ ജേഴ്സന്റെ കയ്യിൽ തന്നെയാണുള്ളത്. കൈക്കൂലിയായി വാങ്ങിയ പണമോ അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് വാങ്ങിയ മറ്റു വസ്തുക്കളോ ആണ് ലോക്കറിലുള്ളത് എന്നുള്ളത് തന്നെയാണ് വിജിലൻസിന്റെ നിഗമനം. ഏതായാലും ആ ലോക്കർ വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ലോക്കറിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് അടുത്ത ദിവസം തുറന്നു പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കും. നിലവിൽ ഈ വിവിധ പരിശോധനകളിലൂടെ കണ്ടെത്തിയത് 84 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ്. അത് കടപ്പത്രങ്ങളിലും മറ്റുമായിട്ടാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ജേഴ്സന്റെ സമ്പാദ്യം ആകെ സർവീസ് കാലയളവിലെ സമ്പാദ്യത്തിന്റെ ഇരട്ടിയോളം ഇപ്പോൾ തന്നെ കണ്ടെത്തിയെന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. ഒരുപക്ഷെ കൈക്കൂലിയിലൂടെ മാത്രം കോടിപതിയാകാനുള്ള സാധ്യതയും ജേഴ്സൺ ഉണ്ട് എന്നും വിജിലൻസ് പറയുന്നുണ്ട്. അതിന്റെ പരിശോധനകൾ തുടരുകയാണ്. ജേഴ്സൺ ഒഴികെയുള്ള 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിൽ ജേഴ്സന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും വിജിലൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ലോക്കർ തുറന്ന് പരിശോധിക്കുമെന്നാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശ്യാം പറഞ്ഞതുപോലെ ഒപ്പിന് കുപ്പി അല്ലെങ്കിൽ തത്തുല്യ തുകയ്ക്കുള്ള പണം, ഇതാണത്രേ ഈ ഉദ്യോഗസ്ഥന്റെ ഒരു ലൈൻ. അപ്പോൾ അതാണ് വിജിലൻസ് കൈയോടെ പിടികൂടിയിരിക്കുന്നത്. ആ ലോക്കർ പരിശോധിക്കുമ്പോൾ അറിയാം അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്.